ബഹുമാനപ്പെട്ട കേരള ബിജെപി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അവറുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലോട്ട് എത്തിക്കാനാണ് ഈ വീഡിയോ. ഇവിടുത്തെ ഹിന്ദുക്കൾ അസ്വസ്ഥരാണ്. ഹിന്ദുക്കൾക്ക് പോയി പരാതി പറയാനോ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ ബിജെപി എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലാതെ വേറൊരു പാർട്ടി ഇന്ന് കേരളത്തിലില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ഹൈന്ദവൻ എന്ന നിലയ്ക്ക് എന്റെ കുറച്ച് സംശയങ്ങൾ, അല്ലെങ്കിൽ എന്റെ കുറച്ച് മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ താങ്കളുമായിട്ട് പങ്കുവയ്ക്കും. താങ്കളുടെ അടുത്തോട്ടെത്താനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാധ്യമത്തിലൂടെ ഞങ്ങൾ ഈ കാര്യം താങ്കളെ അറിയിക്കുകയാണ്. വഖഫ് ബോർഡ് നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓരോ ഭാഗത്തും അതിങ്ങനെ ചുറ്റി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഓരോ വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഹൈന്ദവന്റെ ഭൂമിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് താമസിക്കുന്ന വേളയിൽ അത് ഹൈന്ദവന്റെ ഭൂമിയല്ല, അത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് പെരുവഴിയിലോട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ ഇന്ന് കേരളത്തിന് പുറത്ത് ആയിക്കൊണ്ടിരിക്കേണ്ട. ബീഹാറിൽ ഏകദേശം 95% ഹിന്ദുക്കൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും 30 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതുപോലെ തമിഴ്നാട് 12,000 വർഷം പഴക്കമുള്ള ക്ഷേത്രം നിലനിൽക്കുന്ന ഒരു ഗ്രാമം തന്നെ വഖഫ് ബോർഡിന്റെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അവരോട് മാറിപ്പോകാനുള്ള ആ ഒരു കോർട്ട് ഓർഡറൊക്കെ വാങ്ങി നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഹൈന്ദവന് ഭയക്കേണ്ടതുണ്ടോ? എന്നെ പോലെയുള്ള ആളുകൾ ഭൂമി വാങ്ങിയിട്ടുള്ളത് മുസ്ലിമിന്റെ കയ്യിൽ നിന്നാണ്. 10 സെന്റ് ആയാലും വാങ്ങിയിട്ടുള്ളത് കാശ് കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നാണ്. നാളെ ഈ പറയുന്ന ഞാൻ വാങ്ങിച്ച സ്ഥലം അത് മുൻകാലത്ത് മുസ്ലിമിന്റെ കയ്യിലായിരുന്നു. ആ മുസ്ലിം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച ആളുടെ വാപ്പാടെ വാപ്പ അത് വഖഫ് ബോർഡിന് വേണ്ടി തരാൻ കരുതി വെച്ചിരുന്ന സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എന്നെ എന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള സാധ്യതയുണ്ടോ എന്ന് താങ്കളൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഹൈന്ദവരുടെ വിശ്വാസമാണ് ബിജെപി എന്ന് പറയുന്ന പാർട്ടി. താങ്കളെ പോലുള്ള ആളുകൾ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല, അങ്ങനെ അവകാശം പറഞ്ഞുകൊണ്ട് ഒരുത്തരും നിങ്ങളുടെ അടുത്തോട്ട് വരില്ല എന്നുള്ളൊരു ഉറപ്പ് തരാൻ താങ്കൾക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഞങ്ങൾ ഭയക്കേണ്ടതുണ്ടോ? നാളെ ഒരുപക്ഷെ ഈ വീട് വിട്ട് ഞങ്ങൾ ഇറങ്ങേണ്ടി വരുമോ? ഞങ്ങൾക്ക് യാതൊരു തരത്തിലും അവകാശമില്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. അത് എന്റെ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ്. പല ആളുകൾക്കും ഈ ഒരു വഖഫ് ബോർഡിന്റെ നിയമത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതാണ് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ വഖഫ് ബോർഡ് മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ചെയ്തികളെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്നർത്ഥം. പക്ഷെ അത് അറിഞ്ഞിട്ടും, ഇങ്ങനെ ചില ചതിക്കുഴികളുണ്ട് നമ്മൾക്കിടയിൽ നിന്ന് അറിഞ്ഞിട്ടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എങ്കിൽ നാളെ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രം സംസാരിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഹിന്ദു എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്ന തെറ്റ്. ഞാൻ അറിഞ്ഞൊരു വിഷയം അത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണോ? ഇവിടുത്തെ ഹൈന്ദവരെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അവർ പല മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും സ്ഥലം വാങ്ങിയവരുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ അച്ഛനച്ഛന്മാരുടെ സ്ഥലത്ത് തന്നെ വീട് വെച്ച് താമസിക്കുന്നവരായിരിക്കാം. പക്ഷെ ഇതെല്ലാം വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരാനുള്ള സാധ്യതയുണ്ടോ? ഇതിനൊരു ഉത്തരം താങ്കൾ ഇവിടുത്തെ ഹൈന്ദവരോട് പറയണം. ഹൈന്ദവർ അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഹൈന്ദവർ വിശ്വസിക്കുന്നത് ഇന്ന് ബിജെപി എന്ന് പറയുന്ന പാർട്ടിയെ മാത്രമാണ്. വേറൊരു പാർട്ടിയിലും ഹൈന്ദവർക്ക് വിശ്വാസമില്ല. ഹൈന്ദവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബിജെപി എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ്. അപ്പോ ഇന്ന് കേരളത്തിൽ അതായത് വോട്ട് ബാങ്ക് കാണാതെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി തലകുനിച്ചു കൊടുക്കാത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബിജെപി പാർട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് താങ്കളിലാണ്, അല്ലെങ്കിൽ ബിജെപി എന്ന പാർട്ടിയിലാണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വിശ്വാസം എന്ന് പറയാൻ കാരണം. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലോട്ട് അടുക്കാതെ താങ്കളും താങ്കളുടെ പാർട്ടിയും, അതായത് ഞാനടക്കം വിശ്വസിക്കുന്ന പാർട്ടി, ഹൈന്ദവരുടെ കൂടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഈ വഖഫ് ബോർഡിന്റെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നതാണോ? ഇവിടുത്തെ ഹൈന്ദവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ നമുക്ക് ഉണ്ടാക്കാൻ ഇടയാകുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടി വരിക എന്നുള്ളത് കൂടി താങ്കൾ ഇവിടുത്തെ ഹൈന്ദവരെ ഒന്ന് ഉത്ബോധിപ്പിക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കണം. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്കകൾക്കൊരു വിരാമം കുറിക്കാൻ കേരള ബിജെപി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സാർ ശ്രമിക്കണം എന്നുള്ളതൊരു താഴ്മയായിട്ടുള്ള അപേക്ഷയാണ്. ഞാനൊരു യൂട്യൂബറാണ്. താങ്കളിലോട്ട് എത്താൻ കഴിയാത്ത പല ആളുകളുണ്ട്. അവർ എന്നിലോട്ട് എത്തുന്നുണ്ട്. അവർ എന്നോട് പറഞ്ഞ ഈ ഒരു ആശങ്കയാണ് ഞാൻ താങ്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എനിക്കും കുറച്ച് ആശങ്കയുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ താങ്കളെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ഹിന്ദു സമൂഹമുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ബിജെപി എന്ന് പറയുന്ന പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു സമൂഹം. ആ സമൂഹത്തിന് നമുക്കൊരു ഉറപ്പ് കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ മണ്ണിൽ നിന്നും എവിടേക്കും പോകേണ്ടി വരില്ല. ഒരു വഖഫ് ബോർഡ് എന്നല്ല, ഏത് ബോർഡ് വന്നാലും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും വഴിയാധാരമാക്കാൻ ബിജെപി എന്ന പാർട്ടി ഉള്ളിടത്തോളം കാലം സാധിക്കില്ല എന്നൊരു ഉറപ്പ് ഇവിടുത്തെ ഹൈന്ദവർക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതെനിക്ക് തോന്നുന്നു അടുത്ത ഇലക്ഷനിൽ കൂടി നമുക്ക് അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ ഇടയിൽ ഉണ്ടാകും. നമ്മുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഹിന്ദുക്കൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഓരോ വിഷയത്തിലും ബിജെപി എന്ന് പറയുന്ന പാർട്ടി ഇടപെടണം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്നും ഹിന്ദുക്കളുടെ വോട്ട് തന്നെയാണ്. അപ്പോൾ ഹിന്ദുക്കൾ തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത്. അവരുടെ ആശങ്ക അകറ്റാൻ നമുക്ക് സാധിക്കണം. ദയവ് ചെയ്ത് കെ സുരേന്ദ്രൻജി, തീർച്ചയായിട്ടും താങ്കൾ ഇതിനൊരു ഉത്തരം പറയും, അല്ലെങ്കിൽ താങ്കൾ അതിനെക്കുറിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഹിന്ദുക്കൾക്ക് ഈ വിഷയത്തിൽ ഒരു പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ
പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ BJP എതിർക്കും. അങ്ങനെ ഒരു പെരുവയിലോട്ട് ഇറക്കിവിടാൻ ഇവിടുത്തെ ഹൈന്ദവരെ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് ഒരു വാർത്താ സമ്മേളനത്തിൽ കൂടെ താങ്കൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അതൊരു വലിയൊരു ആശ്വാസമായിട്ട് കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശ്വാസമായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. സോ താങ്കൾ അതിലൊന്ന് ഇടപെടണം. താങ്ക് യു.